കൂട്ടരെ എന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാൻ എന്തായിട്ട് ആടിന്റെ കാലും കുടലും പാടെ കൂടി സൂപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. വീഡിയോ പരമാവധി കുടുംബക്കാർക്ക് സ്വന്തക്കാർക്ക് അയച്ചു കൊടുക്കുക. കെക്കി വൃത്തിയാക്കി ആടിന്റെ കാല് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ മുക്കി മാറ്റെങ്കിലുള്ള നമുക്ക് ആ ചോരയുടെ ചോയൊക്കെ മാറിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. വെള്ളം നല്ല ഇളനീര് വെള്ളത്തിന്റെ മാതിരി ഉണ്ടാവും. വേസ്റ്റൊക്കെ മുക്കി മാറ്റി കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിക്കാതെ മുമ്പ് നമ്മൾ ആട്ടുംകാട്ടൊക്കെ കളഞ്ഞ് കെക്കി വൃത്തിയാക്കി തിളപ്പിച്ച് കട്ട് ചെയ്ത് വെച്ച കുടല് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു 24 ചെറിയ ഉള്ളി 12 വെളുത്തുള്ളി നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്യണമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിക്കാതെ പിന്നെ അതിനുള്ള ആവശ്യമുള്ള ഒരു 2 സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്കുള്ള മസാലയാണ് ഞാൻ എടുത്തുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 51 ഉലുവ, 33 കടുക്, അതുപോലെ തന്നെ 5 ചീനമുളക്, 3 പീസ് പട്ടയും 9 ഗ്രാമ്പ് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നേരെ അതിലെടുക്കുക. നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച ശേഷം മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചാൽ ഏകദേശം സൂപ്പ് റെഡിയായി. ചെറിയ തിജിൽ ഇരിക്കും തോറും സൂപ്പ് നന്നാവും. ഏകദേശം സൂപ്പ് വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എല്ലുമെന്ന് ഇറച്ചൊക്കെ വേറിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഈ കാണുന്ന 13 ചെറിയ ഉള്ളി പൊടി പൊടിയായിട്ട് കട്ട് ചെയ്യുക. നമ്മൾ തൂമിക്കാനുള്ളതാണ്. ചട്ടി അടുപ്പിലൊക്കെ തിജ്ജ് കത്തിക്കുക. അതിലേക്ക് പേരച്ചൂടിന്റെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. കട്ട് ചെയ്ത ഉള്ളി നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശരിക്കും നെജ്ജിലാണ് ചെയ്യേണ്ടത്. പക്ഷേ നെജ്ജില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. പിന്നെ ഉണക്കമുളക് കുത്തിപ്പൊടിച്ച് നേരെ അതിന്റെ മുകളിൽ കുറച്ചിട്ട് കൊടുക്കുക. ഒന്നിനും മൂപ്പിക്കുക. കൂടുതൽ ചിന്തിക്കാതെ എന്ത് ചെയ്യുക, നമ്മൾ നേരെ സൂപ്പുകൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ സൂപ്പ് റെഡിയായി. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവെക്കാൻ മറക്കരുത്. ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇതേമാതിരി നേരെ ഒരു കുണ്ടുള്ള വെള്ളപാത്രത്തേക്ക് വിളമ്പുക. ഒരു കാലം മുറി ചെറുനാരങ്ങടെ നീരാക്കി പിഴിഞ്ഞിട്ട് ഇങ്ങനെ കുടിച്ചോക്കൊണ്ട് സംഭവം വേറെ ലെവലേക്ക് എന്താ കുടിച്ചോക്കട്ടെ. ഓ സംഭവം സാറായിക്കൊണ്ട് ഒന്നും പറയല്ല. ഇതൊന്ന് കുടിച്ചോക്കി പായലുകൾ കിടക്കൂല, ഉറപ്പാണ്.